ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമവാല വബഅദ്. നമ്മൾ സൂറത്ത് യൂസുഫിൽ ഖാലു ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ, ഇവിടെ അതാണ് വിശദീകരിച്ചത്. പിന്നെ രാജാവിൻ്റെ സിഖായത്ത് പാനപാത്രം മോഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭൂമിയിൽ കുഴപ്പം തീർക്കാനോ അല്ലെങ്കിൽ മോഷ്ടാക്കളായോ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഫമാ ജസാഉഹു, എങ്കിൽ ആ മോഷണത്തിൻ്റെ ജസാ എന്താണ് എന്ന് ചോദിക്കണം. ഇൻ കുൻതും കാദിബീൻ, നിങ്ങൾ കള്ളവ് പറയുന്നവരാണ് എങ്കിൽ മോഷണത്തിൻ്റെ ജസാ എന്നാണ് ശിക്ഷ എന്തെന്ന് ചോദിക്കാൻ. അപ്പോൾ അതിനോടുള്ള ഈ സഹോദരങ്ങളുടെ പ്രതികരണമാണ് ഖാലു ജസാഉഹു. ഈ സഹോദരങ്ങൾ പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു ജസാഉഹു, ആ മോഷണത്തിൻ്റെ ജസാ ശിക്ഷ, മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു. മൻ ആരാണോ ഷർത്താണ്, ആരാണോ വുജിദ ഫീ റഹ്ലിഹി, അവൻ്റെ റഹലിലാണ് അത് കാണപ്പെട്ടത്. അപ്പോൾ ആരുടെ റഹൽ നമ്മളെന്താ, യാത്രാ സാമഗ്രികൾ, യാത്രാ ഭാണ്ഡം, പിന്നെ ആരുടെ യാത്രാ സാമഗ്രിയിലാണോ യാത്രാഭാണ്ഡത്തിലാണോ ഉചിത അത് കാണപ്പെട്ടത്, അതെന്ന് പറഞ്ഞെങ്കിൽ സുവാൾ, ഈ പാനപാത്രം അത് കാണപ്പെട്ടത്, ഫഹുവ ജസാഉഹു, ഫഹുവ അപ്പോൾ അവനാണ് ജസാഉഹു, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ശിക്ഷ, അവനാണ് അതിൻ്റെ ശിക്ഷ. കദാലിക നജിസി അദ്ദാലിമീൻ, കദാലിക അതുപോലെയാണ്, നജിസി ഞങ്ങൾ പ്രതിഫലം നൽകാറുള്ളത്, ശിക്ഷ നൽകാറുള്ളത് ആർക്ക്, അദ്ദാലിമീൻ വാലിമീങ്ങൾക്ക്, അക്രമികൾക്ക്. ഇത് യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, മിസ്റിലാണ്. സഹോദരങ്ങൾ വന്നത് കനാനിൽ നിന്നാണ്. മിസ്റിൻ്റെ നിയമം ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ, മോഷ്ടിച്ച വസ്തു ഉണ്ടല്ലോ അതിൻ്റെ ഇരട്ടി വില ഫൈനും പിന്നെ ശിക്ഷയും, അതായിരുന്നു അവിടുത്തെ മിസ്റിലെ നിയമം. പക്ഷേ കനാൻ ദേശത്തെ നിയമം മോഷ്ടിച്ച വ്യക്തി എന്ത് ചെയ്യുക, ബന്ദിയായി പിടിക്കുക. അപ്പോൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ എന്ത് ചെയ്യും, ബന്ദിയായിട്ട് പിടിക്കും, അടിമയാക്കിയിട്ട് പിടിക്കും. അതേപോലെ പക്ഷേ യുദ്ധത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം ഇവനെന്താണ്, അടിമത്താണ്. അതേസമയം ഇവിടെ മോഷണത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബന്ദിയായിട്ട് പിടിക്കും, എന്നിട്ട് 1 വർഷം ദാസ്യവേല, അടിമവേല ചെയ്യുക എന്നുള്ളതാണ് കനാനിലേത്. അതാണ് ഇവർ പറഞ്ഞത്, സഹോദരങ്ങൾ പറഞ്ഞത്. അവർ കനാനുകാരാണ്, കനാൻ ദേശത്തുകാരാണ്. ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു, ആരുടെ റഹ്ലിൽ യാത്രാഭാണ്ഡത്തിൽ വുജിദ അത് കാണപ്പെട്ടുവോ അവൻ ജസാഉഹുനാണ്. അവിടെ ശരിക്കും ഇതുണ്ടല്ലോ ആ പ്രയോഗം, ഫമാ ജസാഉഹു എന്നാണ്, മോഷണത്തിൻ്റെ ശിക്ഷ എന്ത് എന്നാണ്, പ്രതിഫലം എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജസാഉഹു മോഷണത്തിൻ്റെ പ്രതിഫലം, മൻ ഉജിദ ഫീ റഹ്ലിഹി ആരുടെ യാത്രാഭാണ്ഡത്തിലാണോ ഈ പാനപാത്രം കാണപ്പെട്ടത് അവനാണ് അതിൻ്റെ ജസാ, അല്ലെങ്കിൽ അതാണ് ജസാ, അതാണ് ഫഹുവ ജസാഉ, അതാണ് അവനാണ് അതിൻ്റെ ആ മോഷണത്തിൻ്റെ ജസാ ആണ് പറഞ്ഞത്. അവിടെ ഈ ശരിക്ക് ഹുവ എന്നാണ് പറയേണ്ടത്, ബമീറാണ് പ്രയോഗിക്കേണ്ടത്, സർവനാമാണ് പ്രയോഗിക്കേണ്ടത്. ഇതിന് പകരം ഈ ഇസ്മിൻ വാഹിറിന് പകരം ഹുവ എന്നാണ് പറയേണ്ടത്, ഹു. പക്ഷെ ഹു എന്ന് പറയാതെ ഫഹുവ ജസാഉഹു എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? ഇപ്പോൾ അറബിയിൽ പറയും മൻ അഹു സെയ്ദ്, ആരാണ് അഹു സെയ്ദ്, സെയ്ദിൻ്റെ പറഞ്ഞേ സഹോദരൻ, ആരാണ് സെയ്ദിൻ്റെ സഹോദരൻ എന്ന് ചോദിച്ചാൽ അതിന് പറയും മൻ യഖുദു ഇലാ ജംബിഹി ഫഹുവ അങ്ങനെ പറയാം. മൻ അഹു സെയ്ദ്, ആരാണ് സെയ്ദിൻ്റെ ബ്രദർ. അപ്പോൾ മൻ യഖുദു ഇലാ ജംബിഹി, അവൻ്റെ സൈഡിലിരിക്കുന്നവൻ ആരോ, ഹുവ അവനാണ്
സെയ്ദിൻ്റെ അഹ് എന്നാണ്. അപ്പോൾ ഈ ഹു എന്നുള്ളത് ഒന്നാമത്തെ ഹു സഹോദരനിലേക്കും രണ്ടാമത്തെ ഹു മൻ എന്നതിലേക്കും മടങ്ങുക. മൻ ആരാണ്? അവനാണ് അവൻ. അഹു സെയ്ദ്, സെയ്ദിൻ്റെ സഹോദരൻ. ഹുവ സെയ്ദിൻ്റെ സഹോദരൻ, ഹു അവനാണ് അത് എന്നാണ്. ഇവിടെ നോക്കി ഇതേപോലെ തന്നെയാണ്. മൻ യഖൂദല ജംബിഹി, സെയ്ദിൻ്റെ സൈഡിലിരിക്കുന്നവൻ ആരോ, ഹുവ ഹു അവനാണ് സെയ്ദിൻ്റെ സഹോദരൻ എന്നാണ് ഇത്. അതേപോലെയാണ് ഇവിടെ മാ ജസാഉഹു, അതിൻ്റെ ഉത്തരാണ് ജസാഉ മൻ ഉജിദ ഫി റഹ്ലിഹി ഫഹുവ ഹു എന്നാണ്. ഫഹുവ ഹു എന്നാണ്, ഫഹുവ ഹു. അപ്പോൾ ഇവിടെ ഉഹ്വ എന്ന് പറയാതെ ജസാഉ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അത് തെഹ്വീലിന് വേണ്ടി എന്നാണ്. ആ തെഹ്വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ വളരെ ഗൗരവപ്പെട്ടതാണ് എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ്. ഇത് തഫ്ഹീമിന് വേണ്ടി, തെഹ്വീലിന് വേണ്ടി എന്ന് പറഞ്ഞത്. ഇത് ശിക്ഷ ചെറിയ ശിക്ഷയല്ല, കടുത്ത ശിക്ഷയാണ് എന്ന് ദ്യോതിപ്പിക്കാനാണ് ബമീർ സർവനാമം പറയാതെ ഇവിടെ ഇസ്മു ബാഹിർ പ്രയോഗിച്ചത് എന്നാണ് ഇത് പണ്ഡിതന്മാർ പറയുന്നത്. ഏതൊരു കടുത്ത ശിക്ഷാവിധിയാണ് എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ് ഇങ്ങനെ ഹുവ ഹു എന്ന് പറയാതെ ഹുവ ജസാഉഹു എന്ന് പറഞ്ഞത് എന്നാണ് ഇത് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അറബി ഭാഷയിൽ അതൊരു നല്ല ഒരു ശൈലിയാണ്. ഇങ്ങനെ ഈ സർവനാമം പ്രയോഗിക്കാതെ അതിനെ ഇസ്മുൽ ബാഹിർ പ്രയോഗിക്കാതെ സർവനാമം പ്രയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നാളെ മുമ്പ് ഒരു ക്ലാസ്സിൽ ഇമാം ഇബ്നുൽ ജൗസി ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്, ബുദ്ധിമാനാണ്. ഇബ്നുൽ ജൗസിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വിദ്യൽ സദസ്സിൽ സുന്നികളും വരും, ഷിയാക്കളും വരും. ഭയങ്കര സകല കലാ വല്ലഭനായിരുന്നു ഇബ്നുൽ ജൗസി. ധാരാളം ശേഖരങ്ങളുള്ള മഹാനാണ്. ഇപ്പോഴത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കിയത് അദ്ദേഹം എഴുതിയ എഴുത്തുകൊലുണ്ടല്ലോ. പണ്ട് എഴുത്തുകൊല കൊണ്ടാണല്ലോ എഴുതുക. എഴുത്തുകൊല കൊണ്ട് എഴുതിയിട്ട് പിന്നെ പിടിച്ചാൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ ബാക്കി, അത് ശേഖരിച്ച് വെച്ചത്, അത് എടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിന് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കിയെന്നാണ്. അത്രമേൽ രചനകളുള്ള മഹാനാണ് ഇബ്നുൽ ജൗസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഷിയാക്കളും ഉണ്ടാവും, സുന്നികളും ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ ചോദിച്ചു എന്നാണ് ആ സദസ്സിൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉത്തമൻ അതല്ല അലിയാണോ ഉത്തമൻ? ഇമാമിനോട് ചോദിക്കുകയാണ്, അബൂബക്കറാണോ ഉത്തമം, അലിയാണോ ഉത്തമം? അബൂബക്കർ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഷിയാക്കൾക്ക്, അലി എന്ന് പറഞ്ഞെങ്കിൽ സുന്നികൾക്ക്. ഉത്തരം രണ്ടാളെ അപേക്ഷിച്ച് അബൂബക്കറാണ്. പക്ഷേ ഇവിടെ സദസ്സ്. അപ്പോൾ ഇബ്നുൽ ജൗസിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്, മൻ കാന ഇബ്നതുഹു മൻ കാന തഹ്തഹു തഹ്തഹു, ആരുടെ മകളാണോ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത് അയാളെന്നാണ്. ആരുടെ മകളാണോ മൻഖാൻ ആരായിരുന്നു തഹ്തഹു അയാളുടെ കീഴിലായിരുന്നു ഇബ്നതുഹു അദ്ദേഹത്തിൻ്റെ മകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉത്തരത്തിൽ ഷിയാക്കൾക്കും പ്രശ്നം ഉണ്ടായില്ല, സുന്നികൾക്കും പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളാണ് ആര്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആരുടെ കീഴിലായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ് ആര്? ഫാത്തിമ ആരായിരുന്നു? അലിയാരുടെ ഭാര്യയായിരുന്നു. അപ്പോൾ നോക്കി ഈ പ്രയോഗം, മൻകാന തഹ്തഹു ഇബ്നതുഹു, ആരുടെ മകളാണോ ഇന്ന ആളുടെ കീഴിലുണ്ടായിരുന്നത് അയാൾ എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെ വായിക്കാൻ? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലായിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനാണ് ശ്രേഷ്ഠം. ആ നിലക്ക് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ അലിയാരുടെ കീഴിലായിരുന്നു. അപ്പോൾ അലിയാരായിട്ട് ശ്രേഷ്ഠം അല്ലേ? രണ്ടുകൂട്ടർക്കും ഒരുപോലെ വായിച്ച് സംതൃപ്തി അടയാൻ പറ്റിയ മറുപടി. ഇബ്നുൽ ജൗസിൻ്റെ ഭയങ്കര കഴിവുകളായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ്. ഏതായാലും ഞാനിവിടെ പറഞ്ഞത്, ഈ അറബി ഭാഷയിൽ ഈ സർവ്വനാമങ്ങൾ എന്തിനാ, ബമീറുകൾ എന്തിനാ? ബമീറുകൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുൻ അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന അനാ നഹ്നു. അതേപോലെ ഇയാഹു ഇയാഹുമ ഇയാക്കും ഇയാഹും ഇയാഹ ഇയാഹുമ ഇയാഹുൻ ഇയാക്ക ഇയാക്കുമ ഇയാക്കും ഇയാക്കി ഇയാക്കുമ ഇയാക്കുന്ന ഇയായ ഇയാന. അതേപോലെ തന്നെ പിന്നെ ബിഹി ബിഹിമ ബിഹിം
ബിഹ ബിഹിമ ബിഹിൻ ഇങ്ങനെ ബിക ബിക്കുമ ബിക്കും ബിക്കി ബിക്കു ബിക്കുമ ബിക്കുന്ന ബി ബിന എന്നുള്ള ദമീറുകളുണ്ടല്ലോ. ഈ ദമീറുകളെ കൊണ്ടുവന്നില്ല. ഇത് സംഭവം വരികൾ ചുരുങ്ങി ആശയം പിന്നെ വിശാലമായിട്ട് വരാനാണ്. നമ്മളിപ്പോൾ പിന്നെ കുറേ പേരുകളുണ്ടല്ലോ, അങ്ങനെ പറയുന്നതിന് പകരം ഈ ദമീർ ഒരു പേര് കണ്ട് പിന്നെ ദമീറുകൾ പ്രയോഗിച്ചാൽ മതി. അപ്പോൾ എന്തായി, ആ ചുരുങ്ങിയ പദങ്ങളിൽ വിഷയങ്ങൾ കിട്ടി. അതിനാണ് ദമീർ. അതുകൊണ്ട് തന്നെ എവിടെ സർവ്വനാമം പ്രയോഗിക്കണം അവിടെ സർവ്വനാമേ പ്രയോഗിക്കാവൂ, ദമീറെ പ്രയോഗിക്കാവൂ. ഇസ്മു ബാഹിർ പ്രയോഗിക്കാൻ പാടില്ല, അത് അഭംഗിയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ദമീർ സർവ്വനാമം പ്രയോഗിക്കേണ്ട അടുത്ത് ഇസ്മു ബാഹിർ ഹുവ എന്ന് പറയേണ്ട അടുത്ത് ജസാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗിച്ചതിനെന്നുണ്ട് ഒരു വലിയ പൊരുളുണ്ടൊരു യുക്തിയുണ്ട്. അതാണ് ഇവിടെ ഈ ശിക്ഷാവിധി ഉണ്ടല്ലോ, ആരുടെ റഹ്ലിൽ യാത്രാഭാണ്ഡത്തിൽ ഈ സുവാഴ് അളവ് പാത്രം അല്ലെങ്കിൽ പാനപാത്രം കാണപ്പെട്ടുവോ അവനാണ് ജസാ, ആ മോഷണത്തിൻ്റെ പ്രതിഫലം ശിക്ഷ എന്ന് പറയുമ്പോൾ ആ ശിക്ഷ വളരെ കടുത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആ പ്രയോഗം. ഖലാസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ബിനിയാമീൻ്റെ ഭാണ്ഡത്തിലാണ് ഇതുള്ളത്. ബിനിയാമീൻ എന്ത് ചെയ്യണം, ഇനി പിന്നെ ഇവിടെ ഒരു അടിമയായിട്ട് പരിണമിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു വർഷം കൊട്ടാരത്തിൽ ജോലി ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരടുത്താണെന്നുള്ളത് ഇനി വരുന്നത്. കെദാലിക് എന്നിട്ട് ഇവർ പറയാണ്, ഈ സഹോദരങ്ങൾ പറയാണ്, ഇത് ഉറുക്കൊണ്ട് ഉറുക്കിട്ട് അറിയില്ലേ, ഉറുക്കൊണ്ട് ഉറുക്കിട്ട് പറഞ്ഞാൽ എന്താ, ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കെദാലിക ഇതുപോലെയാണ് നജിസി ഞങ്ങൾ ശിക്ഷ നൽകാറുള്ളത്. ആർക്ക്? ബാലിമീൻ, അക്രമികൾക്ക്. അക്രമി എന്ന് പറയാൻ കാരണം ഇവിടെ ശരിക്കും സാരിഖീൻ എന്നല്ലേ, പക്ഷേ ഇവിടെ ബാലിമീൻ എന്നാണ് പറഞ്ഞത്. മോഷ്ടാക്കൾക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് ശിക്ഷ നൽകാറ് എന്നുള്ളത് പറയാതെ അക്രമികൾക്ക് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് മോഷ്ടാക്കളും ബാലിമീൻ എന്ന് പറഞ്ഞത്? ദുൽമ എന്താ? ദുൽമ ക്രമം തെറ്റിക്കലല്ലേ, അസ്ഥാനത്തൊരു സംഗതി വെക്കലല്ലേ. അപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കച്ചവടത്തിൻ്റെ ഉടമക്ക് വരേണ്ട പൈസ ഇവിടെയാണ്, പക്ഷെ അത് വിൽക്കണവൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമം തെറ്റി, മോഷ്ടാവും വാലിമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, സൗഹൃദ. അതുകൊണ്ടാണ് പിന്നെ മോഷ്ടാക്കൾ എന്ത് ചെയ്യുന്നത്, അന്യൻ്റേത് അപഹരിച്ച് മാറ്റുന്നത് കൊണ്ടാണ് മോഷ്ടാക്കൾക്ക് വാലിമീൻ എന്ന് പറഞ്ഞത്. ഷിർക്ക് ചെയ്യുന്നവനും വാലിമീൻ എന്ന് പറയും, അതേപോലെ തന്നെ ഓരോ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കും. കദാലിക ഇതുപോലെയാണ് നജിസി ഞങ്ങൾ ശിക്ഷ നൽകാറുള്ളത് അബ്ബാലിമീൻ, മോഷ്ടാക്കൾക്ക്, അക്രമികൾക്ക്. നമ്മളത് കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞു പോയതാണ്. ഇനി കുറേ വിഷയങ്ങളിലൊരു വചന فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم فبدأ പറഞ്ഞാൽ ഇതിനൊക്കെ ശേഷം, അതായത് ഈ സംഭാഷണം നടന്നു, എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരോട് ചോദിച്ചു എന്താണ് ശിക്ഷാവിധി, അവർ ആ ശിക്ഷാവിധി പറഞ്ഞു. അതിനൊക്കെ ശേഷം ഫാവുൽ ഫസിയാണ് ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അദ്ദേഹം തുടങ്ങിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി. ബി ഔഇയതിഹിം അവരുടെ വിയാകൾ കൊണ്ട്. വിയാ എന്നതിൻ്റെ ബഹുവചനാണ് പിന്നെ ഔഇയത്ത്, വിയാഉൻ ഔഇയത്തുൻ. വിയാ എന്ന് പറഞ്ഞാൽ എന്താ വിയാ? പിന്നെ വഹി എന്നതിൽ നിന്നാണ്. എന്താ വഹി? വഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഫ്ള് പറഞ്ഞാൽ സംരക്ഷിക്കൽ, സംരക്ഷിക്കുന്നതിനാണ് വഹി എന്ന് പറയാം. മനപ്പാടമാക്കുന്നതിന് വഹി എന്ന് പറയും. വഹയിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീനെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, എനിക്ക് വഹി വന്നിരുന്നത് മിസ്ല സൽസലത്തിൽ ജറസ്, മണി അടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദമായിരുന്നു എന്നാണ്. എന്നിട്ട് പറയാണ് പിന്നെ അതിനുശേഷം ഈ ആ ശബ്ദം നിലച്ചിട്ടുണ്ടെങ്കിൽ ഫവഅയ്തു മാ ഖാൽ എന്താണോ പിന്നെ ജിബ്രീൽ പറഞ്ഞത് അത് ഞാൻ ഹൃദയസ്ഥമാക്കി, മനപ്പാടമാക്കി. വായി ഷിഫ്ലിനാണ് പറയുക. അപ്പോൾ ഷിഫ്ല് ചെയ്യുന്ന സാധനത്തിന് എന്താ പറയുക? വിയാ എന്ന് പറയാം. അപ്പോൾ അതെന്താണ്?
നമുക്ക് വേണമെങ്കിൽ സഞ്ചി എന്ന് പറയാം അല്ലേ, സഞ്ചി എന്ന് പറയാം. ഒരു ഹദീസിൽ ഒരു സ്ത്രീ ഒരു കുട്ടീനായിട്ട് നബ്സലാസ്ലം മാത്രം അടുക്കലേക്ക് വരികയാണ്, ചെറിയ കുട്ടീനായിട്ട്. എൻ്റെ റസൂലുള്ളാഹിനോട് പറയാൻ, യാ റസൂലല്ലാഹ് ഇന്ന ഹദാ ഇബ്നി, ഇതെൻ്റെ മകനാണ് കുട്ടി. കാന ബത്നി ലഹു വിആ, എൻ്റെ വയറ് അവന് വിആ ആയിരുന്നു. വഹിജ്രി ലഹു, ഇന്ന ബത്നി ലഹു കാന ലഹു വിആ, പിന്നെ വഹിജ്രി ലഹു കാന ഹിവാ വഫദി ലഹു കാന സിഖാ. എന്താ, എൻ്റെ വയറവന് വ്യാ ആയിരുന്നു. എൻ്റെ വയപ്പിലാണ് അവനെ ഞാൻ ഗർഭം ചുമന്നത്, സംരക്ഷിച്ചത്. പിന്നെ എൻ്റെ മടി അവന് ഹിവ ആയിരുന്നു, എന്നാൽ എന്താ അവന് വിരിപ്പായിരുന്നു, പൊതയായിരുന്നു. വസദീ ലഹു കാന സിഖാ, എൻ്റെ മാറിടായിരുന്നു അവന് സിഖാർ. എന്നാൽ എന്താ, ഭക്ഷണം, അവന് പാനീയം. എന്നാൽ എൻ്റെ വയറ്റിൽ ഞാൻ ഗർഭം ചുമന്ന് എൻ്റെ മടിയിൽ ഞാൻ വളർത്തി എൻ്റെ മുലപ്പാൽ കൊടുത്ത കുട്ടിയാണ്. വ അബൂഹു തല്ലഖനി വഹു യുരീദു അൻ യൻതസിഅഹു മിന്നി, അല്ലെങ്കിൽ ജാഅ ലി യൻതസിഅഹു മിന്നി. ഈ കുട്ടിൻ്റെ വാപ്പ എന്നെ തലാക്ക് ചൊല്ലി എന്നിൽ നിന്ന് ഇവനെ അടർത്തി വാങ്ങാൻ വന്നിരിക്കുകയാണ് എന്ന് പറയണം. റസൂലുള്ളാഹിനോട് വന്നിട്ട് കുട്ടീനേറ്റ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതി അഹഖു ബിഹി മാ ലം തൻകിഹ്. അൻതി അഹഖു ബിഹി, കുട്ടി നിങ്ങൾക്കാണ് ഏറ്റവും അർഹപ്പെട്ടത്. നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കാത്തടത്തോളം കാലം, വേറെ ഭർത്താവിനെ സ്വീകരിച്ചിട്ട് അയാളുടെ കൂടെ പോകാത്തിടത്തോളം കാലം കുട്ടി നിങ്ങളുടെ അടുക്കലാണ് അർഹപ്പെട്ടത്. നിങ്ങളാണ് കുട്ടി നിങ്ങളാണ് കുട്ടിയെ അർഹപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വിആ ഉണ്ട്. അപ്പം ബത്ന എന്ന് പറഞ്ഞാൽ വിആ, ഗർഭപാത്രം. അപ്പം എന്തായാലും ഈ പിന്നെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം അതാണെന്ത്, ഈ വിആ. ജമാ ഫൗആറില്ല, ജമാ ഫൗആ എന്ന് പറഞ്ഞാൽ സ്വത്ത് ശേഖരിച്ചിട്ട് അത് സൂക്ഷിച്ചു വെക്കുക. ഏതായാലും ഇവിടെ ഈ വിആ എന്നതിൻ്റെ ബഹുവചനമാണ് ഔയത്ത്. ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് തെരയാണ്. എന്താ തെരയാണ്? രാജാവിൻ്റെ നഷ്ടപ്പെട്ട സുവാവുൽ മലിക്ക് തെരയാണ്, രാജാവിൻ്റെ പാനപാത്രം തെരയാണ്. ആ തെരച്ചിൽ ഫബദാബി ഔറിയത്തിഹിം, അവരുടെ വ്യായകളിൽ തുടങ്ങി. അവരുടെ തന്നെ സഹോദരങ്ങളുടെ 10 സഹോദരങ്ങളുടെ വ്യായകളിൽ തുടങ്ങി. ഖബല വ്യായി അഖീഹി, തൻ്റെ സഹോദരൻ്റെ വ്യായിന് മുമ്പ്. തൻ്റെ സഹോദരൻ ബിനിയാമീൻ്റെ വ്യായ്, എന്താ പറയുക, സഞ്ചി, ഭാണ്ഡം, അതിനു മുമ്പ് അവരുടേത് തുടങ്ങി. പിന്നീട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തഫ്സീറിൽ കാണുന്നത് ഈ 10 ആളുണ്ടല്ലോ, ഇങ്ങനെ തെരഞ്ഞ് അതിൽ നല്ലോണം ചികഞ്ഞൊക്കെ നോക്കി. ഈ സുമ്മ ലിത്തറാഹിയാണ്. മറ്റേത് പെട്ടെന്ന് തെരഞ്ഞു, നല്ലോണം തെരഞ്ഞു. പിന്നെ ചെറിയവൻ്റെതാണ് ബാക്കിയുള്ളത്. അപ്പോൾ തഫ്സീറുകളിൽ കാണാൻ 10 മുതിർന്നവരെന്ന് പറഞ്ഞിട്ട് നിങ്ങളിലൊന്നുമില്ല, ഇനിയിപ്പോൾ ഓനിപ്പോൾ ചെറിയവനല്ലേ, അതിലുണ്ടാവില്ല എന്നുള്ള ആൾക്ക് തരിയാതെ വിടുകയാണെന്നാണ്. പക്ഷെ ഇവർ പിടിച്ചു വെച്ചതാണ് സഹോദരങ്ങളല്ല, ഓൻ്റെ കൂടിയും തരിയാനോ. ഈ നിങ്ങളാ എന്താ പറയുക, സെക്കൻ തീർന്നോട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്തെന്നാണ്, പിന്നെ ഒന്ന് വെച്ച് ചെയ്തെന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് വേണ്ട. അപ്പോൾ ഇവർ പറഞ്ഞല്ല, അതുകൂടിയും തരിക. അങ്ങനെ സുമ്മ, പിന്നീട് ഇസ്തഖ്റജഹ എന്ന് പറഞ്ഞാൽ അതിനെ പുറത്തെടുത്തു. ഇസ്തഖ്റജഹ, അതിനെ പുറത്തെടുത്തു. ഏതാ ഈ അതിനെ, ഈ ഹാ എന്നുള്ള മറുകണ കൊടുക്കാം. സുവായല്ല, സുവായും പുല്ലിങ്ങാണ്. സുവായ് പുല്ലിങ്ങാണ്, അതുകൊണ്ടാണ് ഊജിത എന്ന് പറഞ്ഞത്. ഉജിതത്തെ എന്നല്ല പറഞ്ഞത്, ഉജിത. അത് ഇസ്തഖ്റജഹ എന്ന് പറഞ്ഞാൽ സിഖായത്ത്, അത് സ്ത്രീലിംഗാണ്. ആ സിഖായത്തിന് പാനപാത്രത്തെ പുറത്തെടുത്തു. മിൻ വിയായി അഖീഹി, തൻ്റെ സഹോദരൻ്റെ വിയായിൽ നിന്ന്. കെദാലിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ. കിദിന ലിയൂസുഫ, കിദിന എന്ന് പറഞ്ഞാൽ കാത എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിച്ചു. കാത ഖെയ്ദ്, തന്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ പിന്നെ അതിലേക്ക് എന്നുള്ള ദമീർ ചേർന്ന് വന്നപ്പോൾ കിദിന
നാം തന്ത്രം പ്രയോഗിച്ചു. കദാലിക ഇത് പ്രകാരം ഇതുപോലെ കിദിന നാം തന്ത്രം പ്രയോഗിച്ചു യൂസുഫിന് വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് നാം തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്കാമ കുംന നമ്മൾ നിന്നു, കുംന നാല നേടി, നിൽന നാം നേടി. അതേപോലെ തന്നെ ഇത് ഈ ഉണ്ടല്ലോ ഇത്തരം ക്രിയകൾ അജുവഫായ ക്രിയ എന്നാണ് പറയുക, നടുക്ക ഇല്ലത്തിൻ്റെ അറപ്പ് വരുന്നത്. അതിന് വ്യാകരണത്തിൽ പറയും ബാരിസായ റഫിൻ്റെ ബമീറിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഹർഫ് കളഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ നിയമം അല്ലാക്കൂല്ലേ. ഇവിടെ കുറേ ഇതിലുള്ള മസാല പഠിക്കാനുള്ളത്. കദാലിക ഇതുപോലെ കിദ്നാലി യൂസുഫിന് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പം ഏതുപോലെ ഇപ്പം മുകളിൽ പറഞ്ഞില്ലേ ഈ തന്ത്രം, ഇതിന് നമ്മൾ പറഞ്ഞു പല വജിഹകളുണ്ട്. അതിലൊന്ന് ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിൻ്റെ സിക്കായത്തിൽ ഉണ്ടല്ലോ വെക്കുക എന്നുള്ളത്, ഇവരുടെ ഭാണ്ഡങ്ങളിൽ വെക്കുക എന്നുള്ളത് തന്ത്രം. ആ സിക്കായത്ത് സ്വാവുൽ മലിക്കാക്കുക എന്നുള്ളത്, രാജാവിൻ്റെതാക്കുക എന്നുള്ളത്. അവിടുന്ന് ഏതെങ്കിലും ഒന്ന് പെറുക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനപാത്രത്തിന് അത്ര ഒരു നിലയും വലിയില്ല. പക്ഷേ രാജാവിൻ്റെതാകുമ്പോൾ അപ്പോൾ പാനപാത്രം അത് വെക്കുക എന്നുള്ളത് ഒരു തന്ത്രം, അത് രാജാവിൻ്റേതാക്കുക എന്നുള്ളത് വേറെ തന്ത്രം. ഇതിൽ വെച്ചതിന് ശേഷം എവിടുന്ന് തുടങ്ങുക? തെരച്ചിൽ സഹോദരന്മാരിൽ നിന്ന് തുടങ്ങുക, അവസാനം വെച്ച ആൾ ഇതാക്കുക. മറ്റൊരു തന്ത്രം ഇത് ഞാൻ പറഞ്ഞില്ലേ ഉറുക്കൊണ്ട് ഉറുക്കെട്ടാറില്ലേ, ഉറുക്കൊണ്ട് ഉറുക്കെട്ടാറിന് എന്താ അവരോട് ചോദിക്കുക, മാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ, ഓലോട് ചോദിക്കുക. അപ്പോൾ ഓല് പറയാണ് ജസാഉഹു മൻ ഉജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു. ഇതൊക്കെ തന്നെ പല തന്ത്രങ്ങളാണ്. അതാണ് ഇവിടെ കദാലിക കിദ്നാ ലി യൂസുഫിന് വേണ്ടി നാം തന്ത്രം ഉപയോഗിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിലൊരു വിഷയം ഈ കൈദ് തന്ത്രം എന്നുള്ളത് അത് നല്ലൊരു ഏർപ്പാടാണ്. തന്ത്രം പാടുണ്ടോ? എന്തിനീ തന്ത്രം പ്രയോഗിക്കണം എന്തിനാ? ഒരു ഗൂഢലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു തെളിഞ്ഞ മാർഗം അവലംബിക്കലാണ്. അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഗൂഢായിരിക്കും. പക്ഷേ ഉപരിപ്ലവമായിട്ട് അതിൻ്റെ മാർഗം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഓൻ വലിയ തന്ത്രജ്ഞനാന്ന് പറയും. സൂറത്ത് യൂസുഫിൽ ഇപ്പോൾ നമ്മളിവിടെ തന്ത്രം പഠിക്കണം, കാരണം സൂറത്ത് യൂസുഫിൽ അവസാനത്തെ തന്ത്രമാണിത്. നമ്മൾ കുറേ തന്ത്രങ്ങൾ ഇതിൽ പഠിച്ചു പോയില്ലേ, നമ്മൾ വായിച്ചു പോയി. അന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് നീട്ടി വെച്ചാണ്. ഒന്നിവിടെ വെച്ചേ തുടക്കത്തിൽ തന്നെ എന്ത് ലാ തഖ്സുസ് റുയ്യാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദ. മോനെ കണ്ട സ്വപ്നം സഹോദരങ്ങളോട് പറയേണ്ട, അവർ നിനക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കും. അതൊന്ന്. പിന്നെ എവിടെ തന്ത്രം പിന്നെ പറഞ്ഞത് ഇന്ന ഹാദ മിൻ കൈദിക്കുൻ ഇന്ന കൈദക്കുൻ ആദീം. അസീസ് ഭാര്യനോട് പറഞ്ഞാണ് ഇത് പിന്നെ യൂസുഫ് ആരിദ് അൻഹാദ ഇന്ന ഹാദ മിൻ കൈദിക്കുൻ ഇന്ന കൈദക്കുൻ ആദീം. പിന്നെ റബ്ബിസ്രിഫ് അന്നി കൈദഹുൻ, എന്താ റബ്ബേ ഇവരുടെ തന്ത്രം എന്നെ തൊട്ട്, ആ സ്ത്രീകളുടെ തന്ത്രം നീക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് അലൈഹി സ്വലാം ദുആ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ യകീദു ലക കൈദ എന്ന് പറയുന്ന അവർ നിനക്കെതിൽ തന്ത്രം പ്രയോഗിക്കും. പിന്നെ കൈദ കുന്ന എന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണുങ്ങളുടെ തന്ത്രം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ഇവരുടെ ഈ സ്ത്രീകളുടെ തന്ത്രം കൈദഹുന്ന എന്നെ തൊട്ട് നീക്കണമേ അള്ളാഹിനോട് ദുആ ചെയ്തു. ഫസറഫ അൻഹു കൈദഹുൻ, അള്ള പറയാണ് അവരുടെ കൈദിനെ യൂസുഫിനെ തൊട്ട് അള്ളാഹു ചെയ്തു മാറ്റിച്ചു പറഞ്ഞു. അപ്പോൾ കൈദ് കുറേ പ്രാവശ്യം വന്നു. പിന്നെയും പറയുന്നുണ്ട്, പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോയപ്പോൾ എന്താ പറഞ്ഞത്? മാ ബാലു നിസ്വത്തില്ലാത്തി ഖത്താൻ ഐദിയഹുന്ന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇന്ന റബ്ബി ബി കൈദിഹിന്ന അലീം.
എൻ്റെ റബ്ബ് ഈ സ്ത്രീകളുടെ കൈദിനെ കുറിച്ച് അലീം സൂക്ഷ്മമായി അറിയുന്നവനെ അറിയുന്നത്. സുഹൃത്ത് യൂസുഫിൽ കൈത് കുറേ വന്നിട്ടുണ്ട്. അവസാനം കൈത് പറയുന്നതാണിത്, കിദ്ന അലി യൂസുഫ്. യൂസുഫിന് വേണ്ടിയിട്ട് നാം പിന്നെ കൈത് പ്രയോഗിച്ചു എന്നുള്ളത്. എന്താ ഇപ്പോൾ ഈ കൈത്, അതിൻ്റെ വിഷയം? ഇസ്ലാമിൽ അങ്ങനെ കൈത് പാടുണ്ടോ? ഫിഖിൽ വലിയൊരു മസലയാണിത്. ഫിഖിൽ വലിയ മസലയാണ്. ഹനഫി ഫിഖിലാണ് ഏറ്റവും കൂടുതൽ കൈതുണ്ട് മസല ഉള്ളത്. ഹീലത്ത് മസല എന്നതിന് പറയാം. ഹീലത്തും കൈതൊക്കെ ഒന്ന് തന്നെയാണ്. തന്ത്രം ഉണ്ടല്ലോ, ഹീലത്ത് മസല എന്നതിന് പറയാം. ഇപ്പോൾ സ്വർണത്തിൻ്റെ നിസാബ് എന്താ? സ്വർണത്തിൻ്റെ നിസാബ് 20 മിസ്കാല് സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിന് നിസ്ഫു മിസ്കാലാണെന്ത്? സക്കാത്ത്. 20 മിസ്കാല് സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിന് നിസ്ഫു മിസ്കാൽ എന്ത് ചെയ്യണം? പിന്നെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ചിലരെന്ത് ചെയ്യുന്നറിയോ? ഈ സക്കാത്ത് കൊടുക്കേണ്ട ദിവസം വരുമല്ലോ, അതിൻ്റെ തലേന്നോ ഇതിൽ നിന്നൊരു നുള്ള് ഒരു ഹബ്ബുണ്ടല്ലോ എടുത്തേക്കും. എടുത്ത് വെച്ചിട്ട് സക്കാത്ത് കൊടുക്കണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 20 മിസ്കാലുണ്ടാവില്ല കൊടുക്കണ്ടെന്ന്. അപ്പോൾ നിസാബ് എത്തിയിട്ടില്ല. കാരണം ഇന്നൊരു ഹബ്ബെങ്കിലും സദക്ക കൊടുത്താൽ മതി. വേറെ ആർക്കെങ്കിലും സദക്കല്ല, ഇതിന് സദക്ക അറിയുന്നമാർ വളവന്മാർക്ക് സദക്ക. ഇപ്പം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഹബ്ബേ പോയിട്ടുള്ളൂ. ഒരു ഹബ്ബയും പിന്നെ നിസ്ഫു മിസ്കാലും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പോൾ നിസ്ഫു മിസ്കാൽ സക്കാത്തായിട്ട് പോകണമെങ്കിലേറെ നല്ലതൊരു ഹബ്ബ വേറെ ആക്കാണ്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 20 മിസ്കാൽ തികയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു നുള്ളാൻ മാറ്റി വെക്കും. അപ്പോൾ ഇയാൾക്ക് എന്തായി? അര മിസ്കാൽ ഓളം കിട്ടിയല്ലേ. ഇങ്ങനെ ഹീലത്ത് പ്രയോഗിക്കും. അതൊക്കെ നിഷിദ്ധാണ്, ഹറാമാണ്. അള്ളാഹു ദീനിന് നേരെ കൊതുമ്പ് ഉപയോഗിക്കണം. പിന്നെ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്, ചില ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഹനഫി മദ്ഹബിൽ അങ്ങനത്തെ ഹീലത്തല്ല കേട്ടോ, ഈ ഇമ്മാരി ഹീലത്തല്ല. ഹനഫി മദ്ഹബിൽ ചില ഹീലത്തുകളുണ്ട്. അത് പിന്നെ ചില രസികൻ മസാലകളാണത്. പ്രത്യേകിച്ച് തലാഖുമായൊക്കെ ബന്ധപ്പെട്ടൊക്കെ കുറേ അങ്ങനത്തെ മസാലകളുണ്ട്. ഹീലത്ത് പാടുണ്ടോ പാടില്ലേ എന്നുള്ളൊരു വിഷയമുണ്ട്. അള്ളാഹുമായി തട്ടിച്ചിട്ടുള്ള വിഷയമല്ല, നമുക്ക് പറയാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞേ, വഖുദ് ബിയദിക ദിഗ്സൻ ഫദ്രിബ് ബിഹി വലാ തഹ്നസ് എന്ന് പറയണേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറയാണ്, ഖുദ് ബിയദിക ദിഗ്സൻ, നീ നിൻ്റെ കൈകൊണ്ട് ഒരു ദിഗ്സ് എടുക്കാൻ പറയണം. എന്നിട്ട് ഫദ്രിബ് ബിഹി, അതുകൊണ്ട് അടിക്കാൻ പറയണം. വലാ തഹ്നസ്, സത്യം ചെയ്തത് ലംഘിക്കാൻ പാടില്ല എന്ന് പറയും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയായി കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ഭാര്യയാണ്. ആ ഭാര്യയിൽ നിന്ന് ചില പെരുമാറ്റങ്ങൾ, അതിൽ അനിഷ്ടം ഉണ്ടായി ആർക്ക്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ. അപ്പോൾ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് സത്യം ചെയ്തു. 100 അടി അടിക്കുമെന്ന് സത്യം ചെയ്തിട്ട് എന്ത് ചെയ്തു? പിന്നെ സത്യം 100 അടി അടിക്കണം സത്യം ചെയ്തിട്ടുള്ളൂ. അല്ല, അത് വീട്ടിയിട്ടില്ല. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുഖം പ്രാപിച്ചു, മനസ്സിലായില്ലേ? ഒക്കെ ജീവിതം പൂർവോപരി എന്തായി സൗഖ്യത്തിലേക്ക് വന്ന് അഭിവൃദ്ധിപ്പെട്ടു. സത്യം ഇവിടെ ബാക്കിയാണ്, 100 അടി അടിക്കണം എന്നുള്ളത്. ആരെന്നെ അടിക്കേണ്ടത്? ഈ പരീക്ഷണ ഘട്ടത്തിൽ മുഴുവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ സത്യം ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് ഖുദ് ബിയദിക ദിഗ്സൻ, ദിഗ്സ് എടുക്കാൻ പറയണം. പിന്നെ ഈ ഷിംറാഹ് എന്ന് പറയും. ഷിംറാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈത്തപ്പന ഉണ്ടല്ലോ, ഈത്തപ്പനൻ്റെ കൊല, അതിമെത്ര ഇതുണ്ടാവും? ഈത്തപ്പന ഉണ്ടാകുന്ന ആ നാര് കുറേ ഉണ്ടാവില്ലേ? അതേപോലത്തെ ഒരു പിടി എടുക്കാൻ പറയാണ്. പിടിയെടുത്തിട്ട് അതുകൊണ്ട് അത് ഇപ്പോൾ നമ്മളൊരു ചൂലുണ്ടല്ലോ, ചൂലുമ്മ എത്ര ഇറുക്കലുണ്ടാവും? അപ്പോൾ അതിലെത്തിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നേർച്ച സത്യം വീടലുമായി, പിന്നെ എന്നാൽ ആൾക്ക് നോവുമില്ല, പ്രയാസമല്ല. അതേപോലെയാണത്. അതാണ് ഇവിടെ പറയുന്നത്. വഖുദ് ബിയദിക ദിഗ്സൻ വദ്രിബ് ബിഹി വലാ തഹ്നസ്. ഇതെന്ന് നോക്കിയേ, ഇതിലെന്തുണ്ടോ ഒരു തരം തന്ത്രമുണ്ട്, മനസ്സിലായി? പിന്നെ ഇങ്ങനെയുള്ളത് ഇപ്പം നമ്മൾ നടത്താറുണ്ടല്ലോ, 20 മിസ്കാലിന് നുള്ളി എടുത്തേക്കാറില്ലേ, അത് കുതന്ത്രമാണ്. പക്ഷേ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ എന്തുണ്ട്, ശർഈയായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടതുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നതാണ് എന്ത്? ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചൊരു ഇൻഷാ അല്ലാഹ് എങ്ങനെ പിന്നെ പറഞ്ഞേ, വൈദ് ഖാല മൂസ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ
അബ്ലുഗ മജ്മ അൽ ബഹ്റൈൻ അല്ലേ, അതിൽ പറയുന്നുണ്ടല്ലോ ഇന്നക ലൻ തസ്തതിയ മഇയ സബ്ര. ഖദിർ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പം പറയുന്നുണ്ട് സതജിദ്നി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസീലക അംറ. സതജിദുനി താങ്കൾക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ് സാബിറൻ. സതജിദ്നി സാബിറൻ താങ്കൾക്ക് എന്നെ ക്ഷമിക്കുന്നവനായി കാണാം എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഇൻഷാ അല്ലാഹു സാബിറൻ എന്നാണ് പറഞ്ഞത്. ആ ഇൻഷാ അല്ലാഹ് എന്തിനാണ് പ്രയോഗിച്ചത്? കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കൊരു ഒന്നുണ്ട്, ഒരു അക്ഷമയുടെ പ്രകൃതമുണ്ട്. ചിലതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല, പെട്ടെന്ന് കഷ്ടം എൻ്റെ മാതിരി പെരുമാറും. മൂസ അലൈഹി സ്വലാം നബിമാരെ അങ്ങനെ പറയാൻ പറ്റൂല അല്ലേ, പെട്ടെന്ന് കഷ്ടാനുണ്ട് അല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനത്തെ ഒരു രൂക്ഷ പ്രകൃതമുണ്ട്. ഏതായാലും എന്താ ചെയ്തത്? ഫന്തലക ഹത്താ ഇദാ റകിബ ഫി സഫീനതി ഖറഖഹ ഖാല അഖറഖതഹ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജീത ശൈഅൻ ഇംറാ. അപ്പോൾ ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ എന്ന് പറഞ്ഞില്ല. അവിടെ പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മൂസയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തേ കാരണം? പിന്നെ സതജിദുനി ഇൻഷാ അല്ലാഹ് സാബിറൻ, ആ ഇൻഷാ അല്ലാഹ് പ്രയോഗിച്ച കാരണത്താൽ. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ ഇൻഷാ അല്ലാഹ് പ്രയോഗം ഒരു തരം എന്താ ഇതതിന് ഉദാഹരണമായിട്ടാണ് ചില തഫ്സീറുകളിലുള്ളത്, ഖൈദിന് ഉദാഹരണമായിട്ട്. എന്തായാലും പിന്നെ ഈ ഖൈദ് ഇവിടെയാണ് ഉണ്ടല്ലോ. സൂറത്ത് യൂസുഫിൽ പലതവണ ഈ ഖൈദ് എന്നുള്ളത് വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് ഖൈദ് പ്രയോഗിച്ചു എന്നാണ്. ഖൈദാകാമോ നമുക്ക്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഷയം വേറെ നമുക്ക് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഖൈദാകാമോ? നമ്മൾ സക്കാത്തിൻ്റെ വിഷയം പറഞ്ഞ ഖൈദുണ്ടല്ലോ, അമ്മാതിരി ഖൈദ് നമ്മുടെ ദീനിൽ പാടില്ല ഒരിക്കലും. അതേസമയം പിന്നെ ഖൈദാകാവുന്ന വസീലയും ശരിയാകണം, ലക്ഷ്യവും ശരിയാകണം. തന്ത്രത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന മാർഗം ശരിയാകണം, ലക്ഷ്യവും ശരിയാണ് എങ്കിൽ ഖൈദാകാം എന്നുള്ള ഒരു പിന്നെ റിസൾട്ടാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് ഖൈദ് പ്രയോഗിക്കുമ്പോഴുള്ള വിഷയം അതെന്താ? അള്ളാഹ്ക്കൊക്കെ പൂർണ്ണതയുടെ വിശേഷണങ്ങളല്ലേ. വിശുദ്ധ ഖുർആനിൽ 5 ക്രിയകൾ, ഒന്ന് ഖൈദുമായി ബന്ധപ്പെട്ട്, പിന്നെ ഒന്ന് ഇസ്തിഹ്സ പരിഹാസം അല്ലേ, ഇസ്തിഹ്സ. പിന്നെ ഒന്ന് സുഖ്രിയത്ത്. എന്താ സുഖ്രിയത്ത്? അതും പിന്നെ പരിഹസിക്കലാണ്. പിന്നൊന്ന് മക്രോ ഖൈദ്, ഇസ്തിഹ്സ, സുഖ്രിയത്ത്, മക്ർ. പിന്നൊന്നും കൂടിയുണ്ട്, ഖിദാ. ഈ 5 അള്ളാഹുവിലേക്ക് ചേർത്ത് വന്നിട്ടുണ്ട്. എവിടെ? ഇപ്പം കിദ്ന അല്ലെങ്കിൽ ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ. വഅകീദു കൈദ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നത് ഞാൻ തന്ത്രം പ്രയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഖൈദ് അള്ളാഹുവിലേക്ക് ചേർത്ത്. ഇസ്തിഹ്സ അവിടെ ഒന്ന് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അതവിടെ പിന്നെ ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വിശ്വാസികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയും പിന്നെ അല്ല ശത്രുക്കൾ വൈദ ഖല ഇലാ ശയാത്തീനി ഖാലു ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. കപട വിശ്വാസികൾ അവരുടെ ജൂതന്മാരോട് കപട വിശ്വാസികളോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയത് പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹ് പറയാണ് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കും. പിന്നെ ഇവിടെ സുഖ്രിയത്ത് ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും, ഫയസ്ഖറൂന മിൻഹും അവരെ പുച്ഛിക്കുന്നു, അവരെ പുച്ഛിക്കുന്നു, അവരെ അള്ളാഹു പുച്ഛിക്കുന്നു. അതെന്താ? അതെ അല്ലദീന യൽമിസൂന അൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും. സൂറത്ത് തൗബയിൽ. അതിൻ്റെ വിഷയം എന്നറിയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കളക്ഷൻ എടുത്ത ആളുകളിൽ നിന്ന്. അപ്പോൾ പിന്നെ അൻസാരികൾ ചിലരെന്ത് ചെയ്തു, ഇങ്ങനെ വലിയ കുറേ സദക്ക് കൊണ്ടുവന്ന് സംഭാവന നമുക്ക് അവിടെ വിശ്വാസികളവിടെ ഉണ്ട്. പറയണം മുറായി അല്ലെങ്കിൽ യുറായി, ആളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാണ്.
കപട വിശ്വാസികൾ പറയുന്ന ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോകമാന്യത കൊണ്ടുവരികയാണെന്ന്. അൻസാരികൾ പച്ച സാധുക്കളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാണ്, ഒരാളൊരു മുദ്ദ് കൊണ്ടുവന്നല്ലോ, ഒരു മുദ്ദ്. അപ്പോൾ കപട വിശ്വാസികൾ പറയണേ ഇന്നല്ലാഹ ഗനിയുൻ അൻഹാദ, ഫോൻ്റെ ഒരു മുദ്ദ ഇട്ടിട്ടാണ് അപ്പോൾ പഠിച്ചോന് കൊണ്ടുവരുന്നുണ്ടില്ല, ആകെ ഒരു മുദ്ദ കൊണ്ടുവരണം. കുറേ കൊണ്ടുവന്നവനെ കണ്ടപ്പോൾ ലോകമാന്യതയാണ് എന്നാണ്. കുറച്ച് കൊണ്ടുവന്നവന് പറഞ്ഞതാ പഠിച്ചോന് ഫോൻ്റെ ഇത് ഇട്ടിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അവരെ കുറിച്ചാണ് പറയുന്നത്, ഈ കപട വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഫയസ്ഹറൂന മിൻഹും, ഈ കപട വിശ്വാസികളെ പുച്ഛിക്കുന്നു. സഹിർ അല്ലാഹു മിൻഹും, അപ്പോൾ അവരെ അള്ളാഹു പുച്ഛിക്കും. അവിടെ അള്ളാഹുവിലേക്ക് ചേർക്കലുണ്ട് ഈ പുച്ഛിക്കൽ. അതേപോലെ തന്നെ വമക്കറു വമക്കർ അല്ലാഹ്, അവർ കുതന്ത്രം പ്രയോഗിച്ചു, മക്കർ പ്രയോഗിച്ചു, അള്ളാഹുവും മക്കർ പ്രയോഗിച്ചു. പിന്നെ ഹുദാ വഹുവ ഖാദിഉഹും, എവിടെ പറഞ്ഞേ സൂറത്തുൽ ബഖറയിലെ എങ്ങനെ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, ഇന്നൽ മുനാഫിഖീൻ കപട വിശ്വാസികൾ യുഖാദിഊന അല്ലാഹ, അവർ അള്ളാഹുവിനെ പറ്റിക്കുന്നു, വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെ പറ്റിക്കും. നോക്കിയേ, ഈ കൈദ്, ഇസ്തിസാ, സുഖ്രിയത്ത്, മക്ർ, ഖുദാ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ മനുഷ്യരുടെ അളവിലേക്ക് പറയുമ്പോൾ എന്താണ്, ഇത് സൽഗുണാണോ? അല്ല, അതിനല്ല അത് അറിയിക്കുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യണം, അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറയണം. അപ്പോൾ അതെന്താണ്ട് അവിടുത്തെ വിഷയം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തന്നിലേക്ക് ചേർത്ത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഇതൊക്കെ എന്താണ്, ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്ന നിലക്കാണ്. തന്ത്രം പ്രയോഗിച്ചവനോട് അള്ളാൻ്റെ തന്ത്രമാണ്, പരിഹസിച്ചവനോടുള്ള അള്ളാൻ്റെ പരിഹാസമാണ്, പുച്ഛിച്ചവനോടുള്ള അള്ളാൻ്റെ പുച്ഛാണ്, മക്ർ ചെയ്തവനോടുള്ള അള്ളാൻ്റെ മക്രാണ്, വഞ്ചന കാണിച്ചവനോടുള്ള അള്ളാഹുവിൻ്റെ ഖുദാണ്. അതെ, ഇതൊക്കെ എന്താണ്, പ്രതിക്രിയയാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ, ഈ കുറ്റങ്ങൾ ചെയ്തവർക്കുള്ള ശിക്ഷയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നു, കുറ്റം ചെയ്തവർക്കുള്ള അള്ളാൻ്റെ ശിക്ഷയാണിത്. കൈത് പ്രയോഗിച്ചവന് അള്ളാൻ്റെ ശിക്ഷയാണ്, അള്ളാഹുവിൽ നിന്നുള്ള കൈത്. ഇസ്തിഹിസ, പരിഹസിക്കുക എന്നുള്ള കുറ്റം ചെയ്തവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണിത് ഇസ്തിഹിസ. പുച്ഛിക്കുക എന്നുള്ള കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷയാണ് അള്ളാഹുവിൽ നിന്നുള്ള സുഖ്രിയത്ത്. അതേപോലെ തന്നെ മക്റും ഖുദാവും ഒക്കെ. മനസ്സിലായ? എന്തുകൊണ്ടപ്പം അതിനുള്ള ശിക്ഷ എന്ന് പറയാതെ ഇതന്നെ പ്രയോഗിച്ചു? അതാണ് നമ്മളിവിടെ മുമ്പ് പറഞ്ഞത് മുഷാക്കല എന്ന് പറയും. മുഷാക്കല നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറിൽ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ് അത്. മുഷാക്കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ, അതായത് പിന്നെ ഈ തെറ്റ് എന്താണോ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ശിക്ഷ, ആ തെറ്റിൻ്റെ അതേ പ്രയോഗം തന്നെ എന്ത് ചെയ്യാം, ശിക്ഷക്കും പറയാം. അതുകൊണ്ട് ഈ പിന്നെ ഇതൊക്കെ അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഈ കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷയാണ്. അത് നമ്മളിവിടെ മുമ്പ് കുറേ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു മസ്അല മുഷാക്കല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജസാഉ സയ്യിഅത്തിൻ, സയ്യിഅത്തിനുള്ള ശിക്ഷ, സയ്യിഅത്തും മിസ്ലഹു എന്നാണ്. അതുപോലത്തെ സയ്യിഅത്താണ് തിന്മയാണ്. തിന്മക്കുള്ള ശിക്ഷ സയ്യിഅത്തും മിസ്ലഹു. അതുപോലെ സയ്യിഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാകുക? ഒരാൾ സയ്യിഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷാർഹനാണ്. മനസ്സിലായി? ആ ശിക്ഷ എന്താണ്? സയ്യിഅത്തല്ല, അതിൽ നീതിയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞത് സയ്യിഅത്ത് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ കുറ്റത്തിന് സമാനമായിട്ടുള്ള പദം എന്ത് ചെയ്യും, ശിക്ഷക്കും പ്രയോഗിക്കും. അതിന് അറബി ഭാഷയിൽ മുഷാക്കല എന്ന് പറയും. അതൊരു വിശാലമായിട്ടുള്ളൊരു പിന്നെ വിഷയമാണത്. നമ്മൾ കുറച്ച് മുമ്പ് ഇതിൻ്റെ മുമ്പ് ഒരു ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിവിടെ പരുത്തി പറയുന്നില്ല, കാരണം അതൊരു വിശാലമായിട്ടുള്ളൊരു ഭാഗം നമ്മളുടെ ഇതിൽ നിന്ന് കുറേ പോകും. ഏതായാലും ഇവിടുത്തെ വിഷയം കദാലിക, അള്ളാഹു പറയുന്നത് ഇതുപോലെ കിദിന, നാം തന്ത്രം പ്രയോഗിച്ചു യൂസുഫിന് വേണ്ടി. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 4 രീതി പറഞ്ഞല്ലേ. പിന്നെ ഈ വിആഴ് അല്ലെങ്കിൽ സുവാഴ് വെക്കുക, അത് രാജാവിൻ്റെ സുവാഴിനെ ആക്കുക, എന്നിട്ട് അതിൻ്റെ ശിക്ഷ എന്ത് എന്നുള്ളത് ഇവരോട് ചോദിക്കുക, എന്നിട്ടോ ഈ രീതിയിൽ അതിനെ പുറത്തെടുക്കുക. കദാലിക കിദ്നാലി യൂസുഫ മാ കാന ലിയഖുദ അഖാഹു ഫി ദീനിൽ മലിക് ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്താ മാ കാന ലിയഖുദ അഖാഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സഹോദരനെ
പിടിക്കുവാൻ ആകുമായിരുന്നില്ല. മാക്കാനലിയ ഹുദ, യൂസുഫിന് എടുക്കാൻ ആകുമായിരുന്നില്ല അഹാഹു, തൻ്റെ സഹോദരനെ. എവിടെ? ഫി ദീനിൽ മലിക്. ഫി ദീനിൽ മലിക് എന്ന് പറഞ്ഞാൽ ഫി ശരീഅത്തിൽ മലിക്, ആ രാജാവിൻ്റെ ശരീഅത്തിൽ, ആ രാജാവിൻ്റെ ശരീഅത്തിൽ. ഇല്ല യശ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിക്കുക ആയാൽ അല്ലാതെ. അല്ലെങ്കിൽ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വേറെ വിഷയം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജാവിൻ്റെ ഭരണത്തിന് കീഴിലാണ്. ആ രാജാവിനൊരു മതമുണ്ട്, ശരീഅത്തുണ്ട്. ആ ശരീഅത്ത് പ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിധിക്കുകയാണ് എങ്കിൽ തൻ്റെ സഹോദരൻ ബിനിയാമീനെ പിടിക്കുക എന്നുള്ളത് കഴിയുമായിരുന്നില്ല. ഇതാണ് ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ രാജാവിൻ്റെ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശപ്രകാരമുള്ളൊരു മതമല്ല. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എന്ത് ചെയ്തു? തൻ്റെ ദൗത്യം നിർവഹിച്ചു, താൻ ജോലി ചെയ്തു. ഇസ്ലാമികതരമായൊരു വ്യവസ്ഥിതിയിൽ നമുക്ക് അനുവദനീയമായിട്ടുള്ളതായ ജോലി, അതേപോലെ തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തലാകാം എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ആ രാജാവിൻ്റെ ദീനിൽ തൻ്റെ സഹോദരനെ പിടിക്കുക എന്നുള്ളത് യൂസുഫിനാകുമായിരുന്നില്ല. ഇല്ല യസ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാലല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ഒരു സാധാരണ നിയമപ്രകാരം യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയൂല. എന്നാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിൽ അത് സാധ്യമാകുക എന്നുള്ളതുണ്ടാവും. എന്നിട്ട് പറയാണ് നർഫഉ ദറജാതിൻ മൻ നശാ വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നർഫഉ, നാം ഉയർത്തും, ദറജാതിൻ പദവികളിലായി, മൻ നശാ നാം ഉദ്ദേശിക്കുന്നവരെ. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉദ്ദേശിക്കുകയാണ്. നാം ഉദ്ദേശിക്കുന്നവരെ പദവികളിലായി നാം ഉയർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങളിവിടെ ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കി. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയ വിഷയം അതാണ് ഇവിടെ ഉള്ളത്. അത് എന്തുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇൽമു കൊണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അറിവിനാലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദറജാത്ത് നൽകിയത് എന്നാണ്. യർഫഉ ഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് എന്ന് പറയല്ലേ, വിശ്വസിക്കുകയും ഇൽമ് നൽകപ്പെടുകയും ചെയ്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജാത്തിൽ ഉയർത്തുന്നതാണ്. അവിടെ ദറജാത്ത് എന്ന് പറഞ്ഞെങ്കിൽ കാൽപ്പനികമായിട്ട് മനസ്സിലാക്കുക. ദറജകളുണ്ടല്ലോ, ദറജ എന്താ? സ്റ്റെപ്പുകൾ, അങ്ങനെ തന്നെ കൊള്ളുന്നില്ല. പിന്നെ കാൽപ്പനികമായിട്ടുള്ള ദറജകളുണ്ടല്ലോ, ഉയർന്ന പദവികൾ, വലിയ സ്ഥാനങ്ങൾ. നർഫഉ ദറജാതിൻ മൻ നശാ. എന്നിട്ട് അല്ലാഹു പറയുന്നു വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. എന്താ വഫൗക കുല്ലി ദീ ഇൽമിൻ, ഇൽമുള്ള ദീ ഇൽം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സാഹിബുൽ ഇൽം, അറിവുള്ളവൻ. സാഹിബുൽ ഇൽം, അറിവുള്ളവൻ. അറിവുള്ള എല്ലാവരും അവർക്കൊക്കെ മീതെ ആരുണ്ട്? അലീം, അലീമുണ്ട് എന്നാണ്. ഇവിടെ സാഹിബു ഇൽമും ഉണ്ട്, അലീമും ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൽമിൽ ആളുകൾ എന്താ? ഇൽമിൽ ആളുകൾ, അറിവിൽ ആളുകളൊക്കെ ഒരേപോലെയല്ല. പിന്നെയോ ചിലരെ അപേക്ഷിച്ച് ചിലരെന്ത് ചെയ്യും? മികച്ചു നിൽക്കും അറിവിൽ. കുല്ലു ദീ ഇൽമിൻ എന്നാണ്. ഇൽമുള്ള ഓരോരുത്തരും അവർക്കൊക്കെ മീതെ. അപ്പോൾ ഇൽമിൻ്റെ വിഷയത്തിൽ ചിലർ താഴ്ന്ന പടിയിലായിരിക്കും, ചിലർ കുറച്ച് മെച്ചപ്പെട്ടായിരിക്കും, ചിലർ ഇൽമിൽ വലിയ നിലവാരത്തിലായിരിക്കും. പക്ഷേ എല്ലാ ഇൽമുള്ളവരുടെയും മേലെയാണ് ആര്? അലീം. ആരാ ഈ അലീം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ അലീം. അള്ളാഹിനെ കുറിച്ച് സാഹിബുൽ ഇൽം എന്ന് പറഞ്ഞില്ല. ഇവിടെ
ഇവരെ പടപ്പുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? ദൂ ഇൽമ് അല്ലെങ്കിൽ ദീ ഇൽമ് എന്നാണ്, സാഹിബുൽ ഇൽമ് എന്നാണ്, ഇൽമ് ഉള്ളവർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അലീം എന്നാണ് പറഞ്ഞത്. അത് അഗാധാർത്ഥ പ്രയോഗമാണ്. അറിവുള്ളവർ പടപ്പുകളിൽ ഉണ്ട്, പക്ഷെ എല്ലാവരും എന്താണ്, പല ദർജകളിലാണ്. എല്ലാവരുടെയും ഇൽമിൻ ചെന്നെത്തുന്നത് ആരിലേക്കാണ്? അലീമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. അള്ളാഹിൻ്റെ ഇൽമ് സാഹിബുൽ ഇൽമുണ്ടല്ലോ, ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ? എന്താ വ്യത്യാസം? അലീമായ അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? അള്ളാഹിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്മയുടെ ലോകം, മൗജൂദാത്ത്, ഉണ്മയുടെ ലോകം ഉണ്ടല്ലോ, അതിനെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. ഉണ്മയുടെ ലോകത്തൊന്നും അള്ളാഹ്ക്ക് അറിയാത്തതില്ല. മൗജൂദാത്തും ഉണ്ട്, മാലൂമാത്തും ഉണ്ട്. അറിയപ്പെട്ടതല്ല. പിന്നെ ഉണ്മയുടെ ലോകമെല്ലാം അള്ളാഹിൻ്റെ അറിവിൽപ്പെട്ടതാണ്. അതിൽ സമാൻ, കാലം, മക്കാൻ, സ്ഥലം, ഈ വ്യത്യാസമൊന്നുമില്ല. എല്ലാ കാലവും എല്ലാ സ്ഥലവും ഒരുപോലെ അള്ളാഹുവിൻ്റെ ഇൽമിൽ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. പിന്നെ അള്ളാഹിൻ്റെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കൊക്കെ ഇൽമ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ വേണം അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ദിഷണ, ഫിക്കർ, ചിന്ത, ഇതുവഴിയാണ് നമ്മുടെയൊക്കെ ഇൽമ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അള്ളാഹിൻ്റെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അലീമാണ്, ഇൽമുടയവനാണ്. അള്ളാഹുവിൻ്റെ സത്തയുടെ പ്രത്യേകത, ആ സത്ത ഇൽമുള്ള അള്ളാഹുവിൻ്റെ സത്തയാണ്. നമുക്കൊക്കെ ഹവാസ് വേണം, പഞ്ചേന്ദ്രിയങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് ഫിക്കർ, ചിന്ത വേണം ഇൽമുണ്ടാകാൻ. നമ്മൾ ഉമ്മാൻ്റെ വയറ്റെന്ന് വരുമ്പോൾ എങ്ങനെ പിന്നെ എന്താ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്? തഖ്റുജൂന മിൻ ബുത്തൂനി ഉമ്മാത്തിക്കും വഅൻതും ലാ തഅലമൂന ശൈഅൻ. ഉമ്മാരെ വയറ്റെന്ന് വരുമ്പോൾ നിങ്ങൾക്കൊന്നും തിരിയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിച്ചുണ്ടാക്കണം ഇങ്ങനെയൊക്കെ. അള്ളാഹിൻ്റെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദാർശനികർ പറയും, ലാ യതഗയ്യർ വലാ യതഅസ്സർ. എന്താ ലാ യതഗയ്യർ വലാ യതഅസ്സർ? നമ്മളുണ്ടല്ലോ, എത്ര ഇൽമുള്ളാണെങ്കിലും ഒന്ന് എന്തൂഞ്ഞാലുമ കയറി ഇറങ്ങിയാൽ മതി. പിന്നെ പെരേക്ക് വയ്യ ചോദിച്ചു അല്ലേ? പെരേക്ക് വയ്യ അങ്ങനല്ലേ? തലക്കൊട്ട് അടി കിട്ടിയിട്ടെങ്കിൽ പിന്നെ ചിലപ്പം പരിസരബോധമല്ല, സ്ഥലകാല ബോധമല്ല. ചിലർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, വയറിറച്ചി തിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും വയ്യാത്ത കാരണം ആകെ പിടുത്തം വിട്ടിക്കണ അറിയും. അടപ്പുകളുടെ ഇൽമിനെ സംബന്ധിച്ച് ഇതേപോലെ അള്ളാഹിൻ്റെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ലാ യതഗയ്യർ, അതിൽ മാറ്റം വരിക, വലാ യതഅസ്സർ, അതിൽ സ്വാധീനം ഉണ്ടാവുക, അത് അമ്മാതിരി പരിപാടിയൊന്നുമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇൽമിന് എന്തില്ല? ഒരു നിഹായത്തില്ല, അറ്റല്ല. അറ്റല്ലാത്ത അനന്തമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ഇൽമാണ് അള്ളാഹിൻ്റെ ദൈവം. ഞാനിങ്ങനെ അള്ളാഹിൻ്റെ ഇൽമിന് കുറേ പ്രത്യേകതകളുണ്ട്. സാഹിബുൽ ഇൽമുണ്ടല്ലോ, നമ്മളൊക്കെയാണ് ഇത്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നോക്കി നമുക്ക് എല്ലാ സ്ഥലങ്ങളും എല്ലാ കാലവും നമ്മളുടെ ഇൽമുണ്ടോ? ഉമ്മയുടെ ലോകം, അറിവിൻ്റെ ലോകം മുഴുവൻ നമുക്കുണ്ടോ? നമുക്കൊക്കെ ആകെ തൊട്ടുകൂട്ടാൻ മാത്രം ഉണ്ട് എന്ന് പറയാൻ വയ്യ. അറിവിൽ വടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ പരിമിതം. പിന്നെ നമ്മുടെ ഇൽമിന് എന്ത് വേണം? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വേണം, നമുക്ക് ഫിക്ർ വേണം, തലച്ചോറ് വേണം. തലച്ചോറൊന്നും ഇല്ലെങ്കിൽ എന്താ? നമ്മൾ ശൂന്യം. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മളുടെ ഒക്കെ ഇൽമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ കേട്ടാൽ ഈ വാതിലാണ് തുറന്ന് അപ്പുറത്തൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക. ഇവിടെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ പഠിപ്പിച്ച് എന്നോട് തന്നെ ചോദിക്കാതെ നിങ്ങൾ അതൊന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നടന്നെങ്കിൽ കിട്ടുക, കിട്ടൂല. അതാണ് നമ്മളൊക്കെ മാറ്റത്തിന് വിധേയരാണ്. നമ്മളുടെയൊക്കെ അറിവ് സ്വാധീനിക്കപ്പെടും. നമ്മൾ ഓർത്ത് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ എത്ര ചില ആയത്തുകളൊക്കെ ഇങ്ങനെ
മുക്കി മുരണ്ടാണ് നമ്മൾക്ക് എടുക്കണേ പഠിച്ചു പോയതാ. ഇമാം സുബൈദിയും കിസായിയും നിസ്കരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇമാം സുബൈദി, ഇമാം കിസായി എന്ന് പറഞ്ഞാൽ അലി അൽ കിസായി എന്ന് പറഞ്ഞെങ്കിൽ ഖിറാഅത്തിൽ ഇമാമാണ്. ഇമാം സുബൈദി പറഞ്ഞെങ്കിലും അതേപോലെ തന്നെ വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. എനിക്കൂടെ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ പിന്നിലാണ് തോന്നണേ. പിന്നെ ഹാറൂൺ റഷീദ് ഉണ്ട് അവരോടൊപ്പം. അങ്ങനെ പിന്നെ കിസായി നിസ്കരിച്ച്, മഗ്രിബി നിസ്കരിച്ച് രണ്ടാളും. അല്ലെങ്കിൽ മഗ്രിബി ജമാഅത്തായിട്ട് നിസ്കരിച്ച്, മഗ്രിബി നിസ്കരിച്ചിട്ട് സൂറത്തുൽ കാഫിറൂൻ ഓതിയപ്പോൾ അലി അൽ കിസായിക്ക് തെറ്റി. കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ ഓതുമ്പോൾ എന്താ ചിലപ്പോൾ ലാബുദ് മാതാബുദ് ഓതുന്നു, ചിലപ്പോൾ വൈലേഹി തുർജാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തേണ്ടി വരും ചിലർക്ക്. അങ്ങനെ പോവും. പക്ഷെ അങ്ങനെയല്ല. അലി അൽ കിസായിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്തത്, അതിലൊരു ഇത് വന്ന് പ്രയാസം വന്ന്. അപ്പോൾ സുബൈദി നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ കാഫിറൂൻ ഓതിയിട്ടാണ് ഈ പ്രശ്നം വന്നായിട്ടോ എന്ന് പറഞ്ഞത്. അലി അൽ കിസായി എന്ന് പറഞ്ഞെങ്കിൽ ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ ഇമാം എന്ന് പറഞ്ഞാൽ പർവ്വതാണ്. ഇമാം കിസായിൻ്റെ ഖിറാഅത്ത് എന്നൊക്കെ പറയില്ലേ, സബുൽ ഖുറായിൽ ഒരാളാണ് അലി അൽ കിസായി. അദ്ദേഹത്തിനാണ് കാഫിറൂൻ ഓതിയപ്പോൾ മഗ്രിബ് നിസ്കാരത്തിൽ പിന്നെ പ്രശ്നം വന്നത്. പിന്നെ വിശ്വസ്കരിച്ചപ്പോൾ യസീദിയ ഇമാം മുർത്തി ഫാത്തിഹ ഓതിയപ്പോൾ അവർക്ക് പിന്നെ ഇത് വന്ന് ഇടർച്ച വന്ന് അങ്ങനെ വരും. ഞാൻ നമ്മളെ ജാമിയ നദവിയിൽ പഠിക്കുന്ന കാലത്ത് തോന്നുന്നു ഒരാൾ ഇമാമെന്നപ്പം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് സിറാത്തല്ലദീന ആമനു ഓതി, സിറാത്തല്ലദീന ആമനു അമലു സലിയാത്ത് അങ്ങനെ ഓതി ഫാത്തിഹയിൽ എന്നിട്ട് ഓർക്കേണ്ടതാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ വന്നു പോവും. പിന്നെ അങ്ങനെ യസീദിക്ക് ഷെസ്കാരത്തിൽ മറ്റേത് കാഫിറൂൻ, ഇത് ഫാത്തിഹയിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ വെച്ച് വരാന്ന് പറഞ്ഞെങ്കിൽ അത് അലി അൽ കിസായിക്ക് വലിയൊരു ആശ്വാസമായി റഹ്മത്തുള്ളാഹി അലൽ ജമീ. ഞാൻ പറഞ്ഞെങ്കിൽ എത്ര വലിയ വിജ്ഞാനസാഗരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാഹിബുൽ ഇൽമുണ്ടല്ല റൂഇൽ എന്താ അവരുടെതൊക്കെ പരിമിതിയുണ്ട്, പ്രശ്നമുണ്ട്, വിഷയമുണ്ട്. അതിനൊക്കെ ഒരു അതിരുണ്ട്. അതേസമയം അലീമായവൻ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് പൂർണ്ണ അളവിലാണ്. ഏതായാലും ഇവിടെ നോക്കി, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഇൽമുള്ള എല്ലാവരുടെയും മീതെ ആരുണ്ട്, അലീം, അലീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതാണ്. അതെന്തിനാ ആ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അറിവിനും അള്ളാഹുവിൻ്റെ പിന്നെ ആ ബോധ്യത്തിനും കീഴിലാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചോർന്നു പോകില്ല, ഒന്നും മറന്നു പോകില്ല ഒക്കെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവനുള്ള വിഷയം ആരെങ്കിലും ഈ തന്ത്രം പ്രയോഗിക്കുക, വിള വെക്കുക എന്നൊക്കെ ഇല്ലെങ്കിൽ അള്ളാഹു അലീമായ അള്ളാഹു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എവിടെ നോക്കി നിങ്ങൾ ഈ സഹോദരങ്ങൾക്ക് കിട്ടിയ അടി, സഹോദരങ്ങളുടെ ഇന്നലകൾ അവർ പല ചെയ്തികളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ദുഷ്ട ചെയ്തികളുടെ അനന്തരഫലം അവരെത്രയോ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്, തുടർന്ന് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചൊവ്വായ പാതയിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. എന്തൊക്കെയോ ചില വിഷയങ്ങൾ ഇത് നമുക്ക് വിട്ടുവയ്ക്കുന്നത്. ഇൻഷാല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച ഓർത്ത് പറയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ മലിക്കായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രയോഗം ഉണ്ടാവില്ല. മക്കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്. അങ്ങനെ ഇപ്പോൾ നോക്കിയത്, ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അസീസാണ്. അവിടുത്തെ അസീസ് മിസ്ര, അയ്യൂഹൽ അസീസ് എന്നൊക്കെ പറയുന്നില്ല, അസീസ് മിസ്രാണ്, മലിക്ക് മിസ്ര ആയിട്ടില്ല. പിന്നെ മാത്രമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കൈകാര്യം ചെയ്യണമെന്ന് നോക്കി നിങ്ങൾ, രാജാവ് ജീവിച്ചിരിക്കുകയാണ് പറഞ്ഞത് 7 ക്ഷാമകാലം, പിന്നെ 7 ക്ഷാമകാലം. ആ ക്ഷാമകാലത്തിലാണ് പാരുള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്.
അതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹം പിന്നെ രാജാവായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ഖലാസ്, നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.